വളരെ പ്രമുഖരായ പ്രകൃതി ചികിത്സയിൽ അനേക വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമായി നിങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിച്ച ശ്രീ ഡോക്ടർ ജയകുമാർ അവർകൾക്കും ജേക്കബ് വടക്കാഞ്ചേരി അവർകൾക്കും ശേഷമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ, അതുപോലെ നാം എങ്ങനെ നമ്മെ പ്രകൃതിയോട് ചേർത്തു വയ്ക്കണം, എങ്ങനെ നമ്മുടെ ജീവിത ശൈലിയെ രൂപപ്പെടുത്തണം എന്നുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഏകദേശ ഗ്രാഹ്യമുണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ തുടർന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇവിടെ നൽകിയിരിക്കുന്ന വിഷയം പ്രകൃതി, ഗുരുവും പരിസ്ഥിതിയും എന്ന് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് അവിടുത്തെ ദൃഷ്ടി പതിയാത്ത ഒരു മേഖലകളും ഉണ്ടായിരുന്നില്ല. ഗുരുവിൻ്റെ സശിഷ്യനായ മഹാകവി കുമാരനാശാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചു: അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, സർവജ്ഞാനിനാ ജ്ഞാനിവര്യൻ. ഇങ്ങനെയാണ് ഗുരുവിനെ സശിഷ്യനായ മഹാകവി നമുക്ക് വെളിവാക്കി തന്നത്. ആ ഗുരു പ്രകൃതിയെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച്, പ്രകൃതിയും മനുഷ്യനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് നമ്മളോട് പറഞ്ഞു വെച്ചത് എന്നുള്ളത് സംശീകരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഡോക്ടർമാർ നമ്മൾക്ക് നൽകിയ അറിവിന് ഒരു പൂർണ്ണതയുണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രകൃതി ചികിത്സാ ഡോക്ടറുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം: നിങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള അമ്മമാർ, ഞാൻ കണ്ടിട്ടുള്ള അമ്മമാരൊക്കെ പറയും, ഗർഭവതി ആയിരിക്കുമ്പോൾ തന്നെ നല്ല സ്കൂളിൽ അഡ്മിഷൻ നേടണം, അവരെ ഡോക്ടറാക്കണം, അവരെ എൻജിനീയർ ആക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ. അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ജോലി ലഭിക്കണം, നല്ല വിവാഹം നടക്കണം, ഇതിനൊക്കെ ആയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു, ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോടൊന്ന് തിരുത്തി. ആ തിരുത്തൽ ഇതാണ്: കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരിക്കും: എൻ്റെ മക്കൾക്ക് നല്ല ആരോഗ്യമുണ്ടാകണം. ഇന്ന് ഡോക്ടർ ജയകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ സക്കറിയായുടെ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന ലേഖനം, ഒരു ആർട്ടിക്കിള്, അതുപോലെ ഇന്ന് എഴുതിയ ആർട്ടിക്കിൾസ് ഒന്നും എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല ഇന്നത്തെ കേരളകൗമുദിയിൽ വന്നത്. പക്ഷേ മനോരമയിൽ വന്ന ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. കേരളത്തിൽ വലിയ ഒരു ആരോഗ്യ മേഖല, ആശുപത്രികളുടെയും പൊതു ആശുപത്രികളുടെയും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളുടെയും അല്ലെങ്കിൽ 3000-ലേറെ വരുന്ന സ്വകാര്യ ആശുപത്രികളുടെയും ശൃംഖല, സ്കൂളുകൾ തോറും, ഞാനൊരു അധ്യാപികയായിരുന്നു, സ്കൂളുകളിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. വിരഗുളിക കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, മുട്ടയും പാലും കൊടുക്കുന്നു. മറ്റൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാൻ പറ്റുന്നതിലും അധികമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു സമൂഹമാണ് കേരളത്തിൻ്റേത്. പക്ഷേ ആ ലേഖനത്തിൻ്റെ അവസാനം പറഞ്ഞു വച്ചിരിക്കുന്നു, നമ്മളുടെ ആരോഗ്യ മേഖല പ്രതിസന്ധി നേരിടുന്നു. അപ്പം ഇതെല്ലാം ചിന്തനീയമായ വിഷയമാണ്. എന്താണ് ഇതിന് കാരണം? ഇവിടെ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി അവർകൾ പറഞ്ഞു, ഗുരു അസ്വസ്ഥനാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഗുരു സശരീരനായിരുന്ന കാലത്ത് തന്നെ ഗുരുദേവൻ അസ്വസ്ഥനായ ഒരു സന്ദർഭമുണ്ടായി. ഇന്നത്തെ ഈ പ്രതിസന്ധിയെ 103 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു കണ്ടിരിക്കാം, അല്ലെങ്കിൽ മാനവരാശിയുടെ പിന്നീടുള്ള ഗതിയെ ഗുരു അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവിടുന്ന് വളരെ അസ്വസ്ഥതയോടുകൂടി
പുരോഗമന ചിന്താഗതിക്കാരനായ യുക്തിവാദിയായ, സമൂഹത്തെ സേവിക്കാൻ സന്നദ്ധനായ നല്ല ഊർജമുള്ള സഹോദരൻ അയ്യപ്പനോട് പറയുകയുണ്ടായി. ഗുരു അരുൾ എന്ന നടരാജ ഗുരുവിൻ്റെ ഗ്രന്ഥത്തിൽ ഇത് സൂചിതമാക്കിയിട്ടുണ്ട്. അവിടെ സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ ഗുരുനാഥൻ സച്ചിദാനന്ദ സ്വാമികൾ പ്രസിദ്ധീകരിച്ചതിൽ സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഗുരുദേവൻ പറയുകയാണ്, അസ്വസ്ഥമായ, എന്നാൽ അതോടൊപ്പം ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് കൃപാർദ്രമായ വേദനയോടെ. ഗുരു നിത്യചൈതന്യതിയാണ് അതിനെ ഭാഷാ വൈദഗ്ധ്യത്തോടുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്തത്, തർജ്ജിമ ചെയ്തത്. അതിന് ഇങ്ങനെയാണ് ഗുരു നിത്യചൈതന്യതി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. കൃപാർദ്രമായ വേദനയോടെ ഗുരു പറഞ്ഞു, ഹോ മനുഷ്യൻ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഇവിടെ പറയുകയുണ്ടായി വ്യവസായത്തെക്കുറിച്ച്, ഫാർമസ്യൂട്ടിക്കലിൻ്റെ വ്യവസായത്തെക്കുറിച്ച്, ആശുപത്രി വ്യവസായത്തെക്കുറിച്ച്. ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, ആഹാരം തന്നെയാണ് മരുന്ന് എന്നുള്ളതാണ് പ്രകൃതി ചികിത്സയുടെ പ്രമാണമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞറിവിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ അവൻ ചെയ്യുന്നതെന്തെന്ന് അവൻ അറിയുന്നില്ല. ഗുരു പറയുകയാണ്, മറ്റേതൊരു മൃഗത്തെക്കാളും മനുഷ്യമൃഗമാണല്ലോ മോശമായിരിക്കുന്നത്. ഇവിടെ ഗുരുദേവൻ മനുഷ്യനെ മൃഗം എന്ന് വിളിച്ചതിൽ നിങ്ങളൊന്നും അസ്വസ്ഥപ്പെടണ്ട. കാരണം ഗുരുവിനെ സംബന്ധിച്ച്, ഗുരുവിൻ്റെ തലത്തെക്കുറിച്ച്, ഗുരുദർശനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് മനുഷ്യമൃഗം. പ്രകൃതിയെ ഗുരു എങ്ങനെ നമുക്ക് വെളിവാക്കി തന്നിരിക്കുന്നു. അവിടെ ഗുരു പറയുന്നു, സഹോദരൻ അയ്യപ്പനോട് പറയുന്നു, സമസ്ത കേരള സഹോദര സമ്മേളനം 1921 ആലുവയിൽ സംഘടിപ്പിക്കുമ്പോൾ ഗുരു പറഞ്ഞു, ഇത്തരം യോഗങ്ങൾ, അതുപോലൊരു യോഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഉണർത്തുന്നതായിരിക്കണം ഇത്തരം യോഗങ്ങൾ. ഞങ്ങളുടെയൊക്കെ സംഭാഷണം, ഇപ്പം ഞാൻ സംസാരിക്കുന്നു, അതിനു മുമ്പ് ഈ ഡോക്ടർമാർ സംസാരിച്ചു, ഇനിയും അനേകം പേർ ഈ വേദിയിൽ സംസാരിക്കും, കുറേ അധികം പേർ ഇവിടെ സംസാരിച്ചു പോയി. മനുഷ്യൻ്റെ ഉത്തരവാദിത്വം, മനുഷ്യൻ്റെ മനസ്സാക്ഷി, ഇതിനെ ഉണർത്തുന്നതിന് യോഗങ്ങൾക്ക് സാധിക്കും, ക്ലാസ്സുകൾക്ക് സാധിക്കും, പ്രഭാഷണത്തിന് സാധിക്കും. അവിടെ ഗുരു പറഞ്ഞു, മനുഷ്യൻ്റെ ലോഭത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തണം. മനുഷ്യമൃഗം മറ്റൊരു മൃഗത്തേക്കാൾ, മറ്റേതൊരു മൃഗത്തേക്കാൾ, എത്രയോ മൃഗങ്ങളുണ്ട്, ഈ മൃഗങ്ങളും മനുഷ്യമൃഗമല്ലേ? മനുഷ്യമൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യന് ചിന്തിക്കാൻ ശേഷിയുണ്ട്, മനനം ചെയ്യുന്നവനാണ്. ഇനി അവൻ്റെ ജീവിതത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഗുരു ആനയുടെയും കുറുനരിയുടെയും ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് പറഞ്ഞു. ആന ആസവാരിഷ്ടം ഒന്നും കഴിച്ചിട്ടല്ല ഇത്രയേറെ വലിയ വയറോടുകൂടി ഇരിക്കുന്നത്. കുറുനരി പകൽ ചുരുണ്ടുകൂടി ഇറങ്ങും. രാത്രിയായി കഴിയുമ്പോൾ ചന്ദ്രികയുടെ, അതായത് നിലാവിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് പച്ചവെള്ളവും കുടിച്ച് 2 ഞണ്ടുകളെയും കഴിച്ചിട്ട് കുറുനരി സുഖമായിട്ട് പോവുകയാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയാണോ? ഇതിനോട് ചേർത്ത് ഞാൻ പണ്ട് കണ്ട ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയി. ഒരു നദീതീരം, ഒരു കാട്ടിനകത്തെ ചിത്രമാണ്. ആ ചിത്രത്തിൽ ഒരു മാൻ, ഒരു പുള്ളിമാൻ വന്ന് വെള്ളം കുടിക്കണു. ആ മാൻ്റെ തൊട്ടടുത്ത് ഒരു കടുവ വന്നിരുന്ന് വെള്ളം കുടിക്കണു. സ്വാഭാവികമായും നമ്മൾ ഓർക്കും, ഈ മാൻ എങ്ങനെയാണ് കടുവയുടെ അടുത്ത് നിൽക്കുന്നത്? നാം മനസ്സിലാക്കണം, വയറ് നിറഞ്ഞ് തൃപ്തനായി കഴിഞ്ഞാൽ ഒരു കടുവയും ഒരു മാനെയും പിടിക്കാൻ പോവില്ല. ഇവിടെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരികയുണ്ട്. വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇതാണ് അവരുടെ വാസന.
സാധാരണ മൃഗങ്ങളുടെ വാസന ഏതാണ്? എന്നാൽ മനുഷ്യൻ്റെ ലോഭം, അവൻ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുന്നില്ല. ഗുരു പറയുന്നുണ്ട്, മനുഷ്യൻ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുന്നില്ല. വയറ് നിറഞ്ഞിരിക്കുമ്പോഴും പിന്നെയും മനസ്സിനിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും എടുത്തങ്ങ് കഴിക്കും. ഇവിടെ പറഞ്ഞു, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി. പക്ഷേ ഇപ്പം അതിലും കൂടുതൽ നേരമാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം രോഗിക്കും അപ്പുറമൊക്കെ എന്താണ് ആകുന്നത്? നിത്യരോഗി എന്നോ വല്ലതും പറയേണ്ടി വരും. അപ്പോൾ ഗുരു അവിടെ പറയുകയാണ്, മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾ ഒടുങ്ങുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? അവൻ പ്രകൃതിയിലെ ഹരിതാഭമായ എന്തിനേയും വെട്ടി വെളുപ്പിക്കുന്നു. ലോകം പുക നിറഞ്ഞ പട്ടണങ്ങൾ സൃഷ്ടിക്കുന്നു. നമുക്കറിയാം, ഇന്ന് പ്രശസ്തമായ ആരാധനാ കേന്ദ്രങ്ങൾ പോലും ശുചിത്വമില്ലായ്മയുടെ, മലിനീകരണത്തിൻ്റെ ഇടമായി മാറിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആളുകൾ കൂടുമ്പോൾ മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യ മൃഗത്തിൻ്റെ ലോഭത്തെക്കുറിച്ചാണ് പറയുന്നത്. എത്ര ആവശ്യം കിട്ടിയാൽ, അത് ഭക്ഷണമാണെങ്കിലും പണമാണെങ്കിലും, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അവൻ പല വ്യവസായങ്ങളും സ്വാർത്ഥപരമായി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല ആഹാരം, നല്ല വെള്ളം, ഇവയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത്. അതായത് മനുഷ്യൻ്റെ പ്രവൃത്തി അവൻ്റെ വംശനാശത്തിന് ഹേതുവാണ് എന്നൊരു കാര്യം കൂടെ ഗുരുദേവൻ ഈ ഒരു സംഭാഷണത്തിൽ സൂചിതമാക്കുന്നുണ്ട്. സത്യമല്ലേ? ഇന്ന് 15-16 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ എത്രയേറെ രോഗികളായി മാറുന്നു. അപ്പോൾ ആ വംശനാശ നടത്തുമ്പോൾ അവൻ അറിയാതെ പോകുന്നത് എന്താണ്? അവൻ വെന്തു വെണ്ണീറായി പോകുന്നെങ്കിൽ പോവട്ടെ, അത് മറ്റ് മൃഗങ്ങളെ കൂടി, മറ്റ് ജീവികളെ കൂടി ബാധിക്കുന്നല്ലോ. എല്ലാവർക്കും ശാന്തിയോടെ ജീവിക്കുന്നത് ജന്മാവകാശമല്ലേ എന്ന് ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഗുരുവിൻ്റെ സംഭാഷണത്തിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഈ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് മലിനീകരണം. ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ, പ്രശസ്തമായ ആരാധനാലയങ്ങൾ, മനുഷ്യൻ കൂടുതലായി കടന്നു വരുന്ന ആരാധനാലയങ്ങൾക്ക് ചുറ്റും നമുക്ക് നല്ല വായുവോ നല്ല പരിസരമോ അന്യമായിരിക്കുന്നു. മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യന് ബുദ്ധിയുണ്ട്, മറ്റ് മൃഗങ്ങളെക്കാൾ ബുദ്ധിയുണ്ടെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ നിങ്ങൾ ഉൾക്കാട്ടിലേക്ക് ചെല്ലൂ, അവിടെ കടുവയും ആനയും വിഷപ്പാമ്പുകളും മാനും മറ്റ് മൃഗങ്ങളൊക്കെ ജീവിക്കുന്ന ഉൾക്കാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എത്രയോ വർഷങ്ങളായിട്ട്, യുഗാന്തരങ്ങളായിട്ടുള്ള പ്രകൃതിക്ക് ഇത്രയേറെ മലിനീകരണം സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ആരുടെ പ്രവൃത്തിയാണ് ലോകത്ത് മലിനീകരണത്തിന് കാരണമാകുന്നത്? പക്ഷെ നമ്മൾ പറയും, നമ്മൾ ശുചിത്വമുള്ളവരാണ്. തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ശുചിത്വത്തെ പറയുന്നുണ്ട്. ശുചിത്വം എന്ന് പറയുമ്പോൾ അത് ബാഹ്യമായ ശുചിത്വമാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നതും അത് തന്നെയാണ്. ആ ബാഹ്യമായ ശുചിത്വത്തിൽ ആളുകൾ കൂടി വരുന്നിടത്ത് മലിനീകരണം കൂടുമ്പോൾ നമ്മളെല്ലാം ചെയ്യും, അവിടെ ഡെറ്റോൾ കൊണ്ടിടും, അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ. അപ്പം ഇവിടെ തന്നെ നാം മനസ്സിലാക്കണം, നാച്ചുറൽ ഹൈജീനുമുണ്ട്, കെമിക്കൽ ഹൈജീനുമുണ്ട്. ആ നാച്ചുറൽ ഹൈജീൻ ഉള്ള ഇടമാണ് ഉൾക്കാടുകൾ. അവിടെ വീഴുന്ന ഇലകൾ അത് പ്രകൃതി തന്നെ മണ്ണാക്കി മാറ്റുന്നു.
വലിയ തായ്തടിയോടുകൂടി വീഴുന്ന വലിയ വൃക്ഷങ്ങൾ വർഷങ്ങൾ കൊണ്ട് ആ മണ്ണായി മാറുന്നു. അവിടെ പുതിയവ കിളുക്കുന്നു. ആ വിത്തുകൾ താഴെ വീണ് പുതിയ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു. ആരും വെള്ളം ഒഴിക്കുന്നില്ല, വളമിടുന്നില്ല, ഒന്നുമില്ല. എന്നാൽ നമ്മളുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു? ഈ ആരോഗ്യ മേഖല നേടുന്ന പ്രതിസന്ധികളിൽ, അല്ലെങ്കിൽ മനുഷ്യ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളിൽ, ഇവിടെ പറഞ്ഞു തലസ്ഥാന നഗരിയായ ഡൽഹിയെക്കുറിച്ച്. അങ്ങനെയുള്ള പട്ടണങ്ങൾ, പുക നിറഞ്ഞ പട്ടണങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ 1921 ഇത് മൊഴിഞ്ഞത്. അതിനുശേഷം നമ്മൾ എത്ര പട്ടണങ്ങൾ ഉണ്ടാക്കി, എത്രയേറെ പട്ടണങ്ങൾ ഇന്ന് പുക നിറഞ്ഞു നിൽക്കുന്നു. ഗുരുവിൻ്റെ വാണി അന്ന് എത്ര പേർ ശ്രദ്ധിച്ചിരുന്നു? ഗുരു പറഞ്ഞത് അല്പമെങ്കിലും ആളുകൾ സംശീകരിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നോ? പറഞ്ഞു, വെള്ളം കുപ്പികളിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പരിചയപ്പെട്ടിട്ടുള്ള പ്രായം ചെന്ന മുത്തശ്ശിമാരുണ്ട്. അവരൊന്നും ഇപ്പോൾ മരിച്ചുപോയി, നല്ല വയസ്സിൽ, അവരൊക്കെ 100 വയസ്സിലൊക്കെ മരിച്ചു പോയത്. ആ മുത്തശ്ശിയൊക്കെ പറയാണ്, വെള്ളം വാങ്ങയാ, വെള്ളം വാങ്ങിക്കുന്നു അവർക്ക് സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റില്ല. ദാരിദ്ര്യമുള്ളപ്പോഴും അവർക്ക് സുലഭമായി കിട്ടിയിരുന്നു വെള്ളം. ഇപ്പം നമുക്ക് കുടിവെള്ളം കയ്യിൽ കരുതണം. അന്ന് യാത്ര ചെയ്തവർക്കൊന്നും വെള്ളം കൊണ്ടുപോകണ്ട. ഇഷ്ടമുള്ള വീട്ടിൽ കയറി ഇഷ്ടമുള്ള കിണറ്റിൽ ചോദിച്ചു വാങ്ങിച്ച് വെള്ളം കുടിച്ചൊക്കെ പോയിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് കല്യാണത്തിന്, മരണത്തിന്, യോഗത്തിനൊക്കെ ഈ കുപ്പികളിലുള്ള എത്രയോ ദിവസം മുമ്പ് സീൽ ചെയ്തടച്ച ഈ വെള്ളം, അതാണ് നാം കുടിക്കുന്നത്. ഇനിയും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കാത്തു വെക്കേണ്ടതാ. അന്ന് പറഞ്ഞ് കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുന്ന കാലം വരുമെന്ന്. അന്ന് നമ്മൾ ഓക്സിജൻ സിലിണ്ടറുമായി നടക്കേണ്ട അവസ്ഥ വരുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. ഇന്ന് നാം കുപ്പിവെള്ളം, അതായത് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് നല്ല സൂര്യപ്രകാശം, നല്ല ജലം, നല്ല ഭക്ഷണം. ഈ ഭക്ഷണം തന്നെ നമ്മളിൽ എത്തുന്നത് ഇവിടെ പറയുകയുണ്ടായി. എന്താണ്? പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ഈ ആഹാരം കായായും ഫലമായും പൂവായും വിത്തായും ഒക്കെ ലഭിക്കുന്നത്. ആ മണ്ണിൻ്റെ ഊർജത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പൊല്യൂട്ടഡ് ആയിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആഗോള താപനത്തിന് ദിവസമുണ്ട്, പരിസ്ഥിതിക്ക് ദിവസമുണ്ട്. ഓരോ സ്മൃതി ദിനങ്ങൾ നമ്മൾ ആഘോഷിച്ച് പ്രസംഗിച്ച് പോസ്റ്റർ തയ്യാറാക്കി, കുട്ടികളെ കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കി ഘോഷയാത്ര നടത്തി കടന്നു പോയിട്ടും എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കാനാവുന്നില്ല? ഇവിടെ ഡോക്ടർ പറയുകയുണ്ടായി ഡൽഹിയിലെ കാര്യം. അവിടുത്തെ പുക മഞ്ഞ് ശ്വസിച്ച് കുഞ്ഞുങ്ങൾ, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ശ്വാസം മുട്ടുകയാണ്, പുറത്തിറങ്ങാനാവുന്നില്ല. ഇവർക്ക് ജീവിക്കാൻ അവകാശമില്ലേ? നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മൾ എന്താണ് കരുതി വച്ചിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ഹോ മനുഷ്യൻ എന്നൊരു ശബ്ദത്തിൻ്റെ ആ കൃപാർദ്രമായ വേദന ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രകൃതിയോടൊത്ത് എങ്ങനെ ജീവിക്കണം, അത് ഗുരു കാട്ടിത്തന്നിട്ടുണ്ട്. എന്താണ് പ്രകൃതി, എന്താണ് മനുഷ്യൻ, മനുഷ്യനും പ്രകൃതിയും എങ്ങനെ, സമയക്കുറവ് മൂലമാണ്, അല്ലെങ്കിൽ കുറേ കൂടി ഇങ്ങനെയുള്ള ഒരു എക്സാമ്പിൾസ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടറുമായിട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വെള്ളമല്ല ഇനി അടുത്തത് നമുക്ക് ഇഷ്ടം. ഇതിപ്പോൾ ഓക്സിജൻ ഇഷ്ടം പോലെ ശ്വസിക്കാം. ഇവിടെ ഡോക്ടർ പറഞ്ഞു രക്തത്തെക്കുറിച്ചല്ലേ. ഈ രക്തം എന്താ ശരിക്കും പറഞ്ഞാൽ HB എന്ന് പറയുന്ന ഒരു വാഹനമാണ്. അതിൽ കൊണ്ടുപോകുന്നത് ഓക്സിജനാണ്. ആ ജീവനാണ്, സെല്ലിൻ്റെ ജീവനാണ് ഓക്സിജൻ. അത് കിട്ടാതെ പോയാലോ?
ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഒക്കെ ശരീരത്തിൽ നാം സംശീകരിക്കുന്ന, നമ്മളല്ലാതെ തന്നെ നേരിട്ട് നമുക്ക് ലഭ്യമാകേണ്ടത്, നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസത്തിന് കുറവ് വന്നാലോ, അങ്ങനെ ശ്വാസം മുട്ടി കുറേ ആളുകൾ ഡൽഹിയിൽ ഇന്നിപ്പോൾ ജീവിക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ ചില പട്ടണങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള, ലോകത്തിലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളുടെ പട്ടികയിൽ ഭാരതത്തിലെ എത്ര സിറ്റികൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എല്ലാവരും ഗുരുദേവൻ പറഞ്ഞു, ലോഭം മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്താണ്? എല്ലാവരും അവനവൻ്റെ വീട്, അവനവൻ്റെ മുറ്റം. പണ്ട് വീടുകളിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കും, അമ്മയും മക്കളും അച്ഛനും ഒക്കെ ചേർന്ന്. അന്നുള്ള ചെടിക്കൊന്നും വലിയ പരിചരണമൊന്നും വേണ്ട. ഇന്ന് ധാരാളം പൈസ മുടക്കി കൊണ്ടുവന്ന് ചെടികൾ വയ്ക്കുകയാണ്. ആ ചെടികളുടെ സംരക്ഷണത്തിനായിട്ട് മെയിൻ്റനൻസ് കോസ്റ്റായിട്ട് ഒരു മാസം ഒരു കുടുംബം എത്രയേറെ ചിലവാക്കുന്നു. അങ്ങനെയുള്ള ധാരാളം വീടുകൾ നമുക്ക് ഈ പറയുന്ന കേരളത്തിൻ്റെ ആ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്താണ് അരളിപ്പൂവിൻ്റെ വിഷയമുണ്ടായത്. പണ്ട് തുളസിയും തെച്ചിയും നന്ദ്യാർ വട്ടവും ഒക്കെ ആയിരുന്നു. ഇതിനൊക്കെയും ഔഷധ മൂല്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഓസോൺ, O3, 3 അറ്റങ്ങൾ ചേർന്ന ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളിലും പണ്ട് തുളസി ഉണ്ടായിരുന്നു, പൂജയ്ക്കുമൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ആചാരങ്ങൾ വരുമ്പോൾ അത് കൂടുതലായി ആളുകൾ നട്ടുവളർത്തുമായിരുന്നു. ഇനി ഗുരുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ഇപ്പം ഈ ശിവഗിരിയുടെ പരിസരത്ത് തന്നെ നിൽക്കുമ്പോഴുള്ള മരങ്ങൾ, രാവിലെ ഞാൻ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി അവர்களോട് പറയുണ്ടായി മഹാസമാധിയിലെ നമ്മളുടെ പ്ലാവിനെ കുറിച്ച്. പ്ലാവ് ഒരു കൽപ്പവൃക്ഷം പോലെയാണ് ഗുരു എല്ലായിടത്തും കുർക്കാഞ്ചേരിയിലും അരുവിപ്പുറത്തും ശിവഗിരിയിലും ഗുരുവിൻ്റെ ഇടങ്ങളിലൊക്കെയും പ്ലാവുണ്ട്. നമ്മൾ അതിൻ്റെ ഏതു ഭാഗമാണ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത്? ഭക്ഷണത്തിന് ചക്കയുടെ എത്ര നല്ല ഭക്ഷണമാണ് ചക്ക. അപ്പം ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഗുരുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഗുരു പറയുന്നു, ഹരിതാഭമായ പുൽമേടുകൾ, പുല്ലുകൾ വെട്ടി. ഇപ്പം ഇത് ഒരു കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ. ഞാൻ എല്ലാ ദിവസവും ചാലക്കുടിയിൽ ശ്രീധരമംഗലം ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആലിഞ്ചോട്ടി പോയി ഒരു 5:30 മുതൽ 6 മണി വരെ ഇരിക്കാറുണ്ട്. നന്നായി ബ്രീത്ത് ചെയ്യാൻ പോയിരിക്കുന്നതാണ്. ഗുരുദേവനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്ന ഒരാളല്ലേ, ഇത്തിരി ബുദ്ധിയൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അവിടെ പോയിരിക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, എൻ്റെ മകനുമായിട്ട് പോയി ഇന്ന് എഴുന്നേൽക്കുമ്പോൾ, അവിടെ തൊട്ടടുത്ത് വൃത്തിയുള്ള സ്ഥലത്ത് കുറേ ചെടികൾ, മുയൽ ചെവിയനുണ്ട്, പൂവാങ്കുറുനിലയുണ്ട്, ദശപുഷ്പങ്ങളിൽപ്പെട്ട പല ചെടികളുണ്ട്. അതുപോലെ പുനർനവ എന്ന് സംസ്കൃതത്തിൽ പറയുന്ന തഴുതാമയുണ്ട്. അപ്പം ഞാൻ എന്നും കുറച്ച് തഴുതാമയിൽ 1 പിടി 2 പിടി പറിക്കും. എൻ്റെ മകനും ഞങ്ങൾക്ക് ആ തോരൻ വെച്ച് കൊടുക്കും. ഞാനത് സത്യം പറയാലോ, കഴിഞ്ഞ ദിവസം ചെന്നപ്പം പുല്ലിൻ്റെ ഒരു നാമ്പ് പോലും ഇല്ല. എന്താണ്? ശുചിത്വം. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ശുചിത്വം ഉണ്ടാക്കുന്നതാണ് നമ്മൾ. മുറ്റത്ത് കളനാശിനി അടിച്ച് നല്ല കറുകയും നല്ല മുയൽച്ചെവീനെയും രോഗസംഹാരി എന്നായിട്ട് പറയുന്ന മുക്കുറ്റിയൊന്നും ഒന്നും ചെയ്യേണ്ട വളർന്നു വരുവാൻ. ഇവയൊക്കെ പൂജയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ചെയ്യുന്ന ഇത്തരം തെറ്റുകൾ നമ്മൾ നല്ലതാണ് എന്ന് കരുതി ചെയ്യുന്നത് നമ്മളുടെ നിലനിൽപ്പിന് എത്ര ദോഷകരമാണ് എന്ന് ഗുരുദേവൻ്റെ വാക്കുകളിലുണ്ട്. അതുപോലെ ഗുരുദർശനത്തെ മനസ്സിലാക്കുമ്പോൾ പ്രകൃതി മനുഷ്യനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ 2 ഡോക്ടർമാരും ഇവിടെ വളരെ വിശദമായിട്ട് പ്രകൃതിയോടിണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തി പറഞ്ഞു തന്നു. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമുക്കത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം, ഈ ആരോഗ്യം തന്നെ 2 വിധത്തിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.
ഒന്ന് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ കായികമായുള്ള ശരീരത്തിൻ്റെ ആരോഗ്യവും, രണ്ട് മാനസിക ആരോഗ്യവും. ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ബോധനത്തെക്കുറിച്ച് ഡോക്ടർ ഇവിടെ പറഞ്ഞു. എന്താണ്? മത്സ്യമാംസാദികൾ വർജിക്കണം, ശവക്കറി. എന്താ കാരണം? ആഹാരശുദ്ധി, സത്വശുദ്ധി, സത്വഗുണം, സ്വാത്വികത, നന്മ, നല്ലത്, ഇവ നമ്മളിലേക്ക് വരണമെങ്കിൽ കുട്ടികളെ ത്യാഗം പഠിപ്പിക്കണം. ത്യാഗം, അതുപോലെ തന്നെ ഗുരുദേവ ദർശനങ്ങളിൽ നമ്മൾ കൂടെ കൂടെ അത് പറയുമ്പോഴുള്ള വാക്കാണ് സാഹോദര്യം. ഏതാണ്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന, സോദരത്വേന, സോദരന്മാർ, സാഹോദര്യം. അതുപോലെ തന്നെ പറയുന്ന ഒന്നാണ് നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം. എല്ലാവരും ആത്മസഹോദരർ. ഇതാരാ സഹോദരർ? ഞാൻ സഹോദരി എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായ ഞങ്ങൾ 4 മക്കൾ. ഇതെൻ്റെ ചേച്ചി, ഇതെൻ്റെ ചേച്ചിമാർ, നിങ്ങളും അങ്ങനെയൊക്കെ പറയൂല്ലേ? അപ്പം എന്നെ കാരണം ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സഹോദരർ. പക്ഷെ ഗുരു പറയുകയാണ് എല്ലാവരും ആത്മസഹോദരർ. ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യൻ ഒരു ജാതി എന്ന് ഗുരു അതിനെ പറഞ്ഞു. അപ്പം നമ്മളോട് ആദ്യം പറഞ്ഞു വന്നു മനുഷ്യൻ ഒരു ജാതി, എല്ലാ മനുഷ്യരും ആത്മസഹോദരർ. പിന്നെ ഗുരു അതിനെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു വന്നു. എന്താണ്? ഗുരുദേവൻ്റെ കുട്ടിക്കാലത്ത് ഗുരുദേവൻ മാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ചെമ്മൂക്കി മാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മയെന്ന് വിളിച്ചു. അപ്പം ഗുരുവിൻ്റെ ദർശനത്തിൽ എല്ലാവരും, ആ വാക്കെടുത്ത് നിങ്ങൾ നന്നായി പഠിക്കണം. എല്ലാവരും, അതിൽ മനുഷ്യൻ മാത്രമല്ല, ഒരു എറുമ്പ് മുതൽ, ഏറ്റവും ചെറിയ ജീവിയായി കണക്കാക്കുന്ന എറുമ്പ് മുതൽ, അല്ലെങ്കിൽ ജലത്തിൽ കഴിയുന്ന ജീവികളുണ്ട്, വായുവിൽ കഴിയുന്നതുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നതുണ്ട്, കാണാൻ സാധിക്കാത്തതുണ്ട്, എത്രയോ തരം ജീവികളുണ്ട്. സൂക്ഷ്മാണുക്കൾ മുതൽ വലിയ നീലത്തിമിംഗലം വരെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത ജീവികൾ. ഇവയെയും നിലനിർത്തുന്നത് എന്താണ്? ഒരേ ഒരു ഈശ്വര ചൈതന്യം, മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യമാണ്. ഈ ഡോക്ടർ ഇവിടെ പറയുന്നുണ്ട് ഇലക്ട്രിക് എനർജിയെക്കുറിച്ച്. ഈ പ്രപഞ്ചത്തിനെ നിയമമനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു വിശ്വവീര്യം ഇവിടെയുണ്ട്. വ്യയമണിയാതെ വെളിക്കു വേല ചെയ്യും നിയമമിരിപ്പത് കൊണ്ട് നിത്യമാകും. അല്ലേ? എത്ര സൂര്യനെ കുറിച്ച് പറഞ്ഞു. സൂര്യൻ എത്ര കാര്യമായിട്ടാണ് കറക്റ്റ് വരുന്നു. നമ്മൾ ഉണർന്നില്ലേലും സൂര്യൻ വരും, നമ്മൾ കിടന്നില്ലേലും കറക്റ്റ് സമയത്ത് സൂര്യൻ പോകും. ഋതുക്കൾ വരും. ഋതുക്കൾ, രാവ് പകല്, അതിലൊക്കെ ഉള്ള ആ ഒരു ഇത് കറക്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ, മനുഷ്യനും പ്രകൃതിയും എന്താണ്, ആ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചം പേരായിരം പ്രതിഭയായിരം ഇവറ്റിലാരാലും വിഷയമായിരമാം പ്രപഞ്ചം. ഇതെല്ലാം തന്നെ എന്താണ്? എല്ലാം ഈ കാണപ്പെടുന്നതെല്ലാം സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടി. അപ്പം എല്ലാവരും ആത്മസഹോദരർ എന്ന് പറയുമ്പോൾ ഈ മരങ്ങളെ വെട്ടി നശിപ്പിക്കുവാൻ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി വെട്ടി നശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ വിചാരിക്കും ഇതെനിക്ക് ഗുണം ചെയ്യുന്നു. പക്ഷേ ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തെ, ഗുരുവിനെ പഠിക്കുന്നതിലൂടെ നാം എത്തിച്ചേരുന്ന ഏകത്വബോധം, ഇവിടെ ശാരദാംബയുടെ സന്നിധി കൂടിയാണിത്. ശാരദാംബയുടെ തിരുസ്വരൂപം പറഞ്ഞു വെച്ചുകൊണ്ട് ഗുരു ജനനി നവരത്ന മഞ്ജരി എഴുതിയപ്പോൾ അവിടെ പറഞ്ഞു, മീനായതും ഭവതി മാനായതും ജനനി, നീ നാഗവും നഖകം. ഈ പ്രപഞ്ചത്തിലുള്ളത് ഓരോന്നും എടുത്തെടുത്തു പറഞ്ഞിട്ട് അതെല്ലാം തന്നെ ഈശ്വരനാണ്, ദൈവമാണ്, ആ വീര്യമാണ്, നമ്മുടെ ഉള്ളിലെ തന്നെ ഒന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സഹോദരർ. ഈ കാണപ്പെടുന്നതെല്ലാം
അത് സ്ഥൂല സൂക്ഷ്മ കാരണ രൂപങ്ങളോട് കൂടിയതൊക്കെ സഹോദരരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരരെ കുത്തിക്കൊല്ലുവാൻ പറ്റുമോ? പറ്റുന്നുണ്ടല്ലേ? ഇപ്പം അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം? നമ്മുടെ മാനസിക ആരോഗ്യവും ആഹാരത്തിൻ്റെ ശുദ്ധി, സ്വാത്വികത. ആഹാരം ശുദ്ധമല്ലാതെ വരുമ്പോൾ ആരോഗ്യം നശിക്കുന്നത് പോലെ മാനസിക ആരോഗ്യവും നശിച്ചിരിക്കുന്നു, സ്വാർത്ഥത വർദ്ധിച്ചിരിക്കുന്നു. ആത്മീയതയ്ക്കും ആഹാരശുദ്ധി വേണം. ഞാൻ പലയിടത്തായി പ്രസംഗിക്കാനൊക്കെ പോകുന്ന ഒരാളാണ്. പലയിടങ്ങളിലും ചെല്ലുമ്പോൾ പ്രായമുള്ള അച്ഛന്മാരും അമ്മമാരും കൂടി വന്ന് 55 വയസ്സ് കഴിഞ്ഞവരെ ഇങ്ങനെ കാണാം. അവർ വന്നിട്ട് പറയും, ഞങ്ങളുടെ മക്കൾക്ക് ഇതൊന്നും കേൾക്കണ്ട, നല്ല കാര്യമൊന്നും കേൾക്കാൻ വരുന്നില്ല. മുമ്പേ പറഞ്ഞ പോലെ ഒറ്റ ജീവിതം അടിച്ചുപൊളി. ഞാൻ പിള്ളേരെ കുറ്റം പറയാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. കാണുന്നതും അനുഭവിക്കുന്നതും തുറന്നു പറയുന്നത് കൊണ്ട് പറയുക. പിന്നെ എൻ്റെ ഗുരുനാഥൻ സച്ചിദാനന്ദ സ്വാമികൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, സന്യാസിക്കാനും ആളെ കിട്ടണില്ല. എന്താ കാരണം? ഇത് എവിടെ തുടങ്ങണം? ഇത് തുടങ്ങേണ്ടത് പ്രകൃതിക്ക് അനുസൃതമായ, നിയമത്തിനനുസൃതമായുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നില്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനത്തിലെ ഭൗതിക ആത്മീയ സമന്വയം, ഭൗതികത ഉണ്ടെങ്കിൽ ആത്മീയത, അത് രണ്ടും രണ്ടല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ സുസ്ഥിരതയ്ക്ക്, ശാന്തിക്ക്, നിലനിൽപ്പിന്, എന്തൊക്കെ വാക്കുകൾ മലയാളത്തിൽ പറയാം, അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. അതിനിത് വേണം. എല്ലാത്തിനെയും സ്നേഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അപ്പോൾ അനുകമ്പയ്ക്ക്, ത്യാഗത്തിന്, സാഹോദര്യത്തിന് വിഘാതമായി നിൽക്കുന്നത് മനുഷ്യൻ്റെ ലോഭമാണ്, മനുഷ്യൻ്റെ അത്യാർത്തിയാണ്. നമ്മൾ ഇപ്പോൾ ഒരു വൃക്ഷം കണ്ടു, നമ്മുടെ മുന്നിലായിട്ടൊരു വൃക്ഷമുണ്ട്. എത്ര ശിഖരങ്ങൾ ഉണ്ടില്ലേ അതിൽ? അതിൻ്റെ ചോട് മാന്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ല പരന്ന് പന്തലിച്ച വേരുകൾ അതിനുണ്ടാവും, ഇല്ലേ? പിന്നെ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ പല പ്രായത്തിലുള്ള ഇലകൾ, ഇന്ന് പൊഴിയാൻ നിൽക്കുന്നത് 2 ദിവസം കഴിഞ്ഞ് പൊഴിയുന്നത് നല്ല തളിരില, ചിലതിങ്ങനെ കൂമ്പായിട്ട് നിൽക്കുന്നു. ഒന്നിൽ തന്നെ പല രൂപം, പല പ്രകൃതി. അതിൻ്റെ തായ്തടിയുടെ രീതിയല്ല, അതിൻ്റെ ചെറിയ ഇളം കൊമ്പിന്, അതിൻ്റെ കുഞ്ഞിലയുടെ രൂപമല്ല മൂത്ത ഇലയ്ക്ക്. അതിൻ്റെ വേരുകളിൽ കട്ടിയുള്ളതുമുണ്ട്, തായ്വേരുമുണ്ട്, ശാഖയായിട്ട് പകർന്ന്. അതുപോലെയാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ പേരായിരം, പ്രതിഭയായിരം, പല പല പേരോടും നാമങ്ങളോടും കൂടി കാണപ്പെടുന്നതെല്ലാം ഒന്നിൻ്റെ ഭാഗമാണ്. ആ വൃക്ഷത്തിലേക്ക് നോക്കൂ, അതിൻ്റെ വേരുകൾ അങ്ങ് ചീഞ്ഞു പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലകളും തടിയും അതിൻ്റെ ശിഖരങ്ങളും ഉണ്ടാവുമോ? നിങ്ങൾ പറയൂ, ഉണ്ടാവുമോ? ഇനിയും നിങ്ങളൊന്ന് വിചാരിക്കുക, ഈ വേരിന് കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം പെട്ടെന്ന് ഇലയെല്ലാം അങ്ങ് പോയി. നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ഇലയിലാണ് അതിൻ്റെ ആഹാരം ഉണ്ടാക്കുന്നത്. ആ മരത്തിന് നിലനിൽക്കാൻ സാധിക്കുമോ? സാധിക്കുമോ? ഇല്ല. ആ ശിഖരങ്ങളില്ലെങ്കിൽ ഇലയ്ക്ക് നിൽക്കാൻ സാധിക്കുമോ? ഇലയും കൊമ്പും ഈ വേരും ഉണ്ടെങ്കിലേ അതിൽ പൂ ഉണ്ടാവുകയുള്ളൂ. പൂ ഉണ്ടായാലേ കൈഫലമുണ്ടാകും. ഇതുപോലെയാണ് പ്രപഞ്ചം. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഇവിടെ പ്രകൃതിയുടെ നിലനിൽപ്പ് അത്യാവശ്യമാണ്. ഒരു പീഠയെറുമ്പിനും വരുത്തരുത് എന്നുള്ള ഗുരുവിൻ്റെ ആ സന്ദേശത്തിൽ, ഉദ്ബോധനത്തിന് വലിയൊരു അർത്ഥമുണ്ട്. ഒരു ഉറുമ്പ് പോലും നശിച്ചു പോയാൽ നമ്മളെല്ലാം സ്വാർത്ഥരായി. എൻ്റെ പറമ്പ് ചുറ്റും വലിയ മതിൽ, ഇപ്പം മതിൽ കെട്ടാൻ തന്നെ ലക്ഷങ്ങൾ ചെലവാക്കാൻ മലയാളിക്ക് മടിയില്ല. ഒരു വീടും മതിലും എല്ലാം കൂടെ കെട്ടി വരുമ്പം നല്ല സാമ്പത്തിക നിലയിലെത്തുകയും ചെയ്യും, അല്ലേ? പണ്ട് ഗുരു സാമ്പത്തിക നില തകർന്നു പോവാതിരിക്കാൻ വേണ്ടി കെട്ടുകല്യാണം, പല പല കല്യാണങ്ങൾ, മിതവ്യശീലം, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു. ഇന്ന് പോക്ക് ചുറ്റുമൊന്ന് നോക്കൂ. ഞാനത് വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നാം മനസ്സിലാക്കണം, പ്രപഞ്ചമെന്ന് പറയുമ്പോൾ
ഇതെല്ലാം ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിൻ്റെ നിലനിൽപ്പിന് മറ്റൊന്ന് വേണം. മുറിക്കകത്ത് പാമ്പ് കയറി, മുറ്റത്ത് പാമ്പ് കയറി, മുറ്റത്ത് കള വളർന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകൾ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കൈ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വെട്ടിക്കളയുന്നത് പോലെ തന്നെയാണ് ഒന്നായിരിക്കുന്നതിൻ്റെ ഈ സത്യം പറഞ്ഞ ജന്തുക്കളുടെ വംശനാശ ഭീഷണി എല്ലാം നമുക്ക് വലിയ പ്രശ്നമാണിത്. ബയോളജി പഠിക്കുമ്പോൾ ഒരു സൈക്കിളിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ദർശനത്തിൽ ഗുരു പ്രപഞ്ചത്തെ ഒന്നായാണ് അവതരിപ്പിച്ചത്. ആ ഏകത്വബോധം തന്നിൽ നിന്ന് അന്യമല്ല. ഏതാത്മഭാവമാണോ എന്നിലുള്ള എന്നിലെ ആ ഭാവത്തിൽ തന്നെ മറ്റുള്ളതിനെയും കാണാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ പ്രകൃതിയുടെ ആഗോളതാപനം, മലിനീകരണം ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ള കാരണം മനുഷ്യൻ, ഞാൻ ഈ ലോകത്തിൻ്റെ അധിപതി, മനുഷ്യൻ്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവയ്ക്കും ഹാനി ഉണ്ടാവുന്ന പ്രവർത്തികൾ ഇന്ന് ഗുരു പറയുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇരുമ്പും കൽക്കരിയും മാത്രം. ഗുരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഈ കൽക്കരി ഇരുമ്പും ഉണ്ടാകുന്നത് എങ്ങനെയാ? കുഴിച്ചെടുത്ത്, ഭൂഗർഭത്തെ കുഴിച്ചെടുത്ത് അതിനെ ഇപ്പം ഗുരു പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഈ അത്യാർത്തി ഈ ഭൂമുഖത്തെ ജീവിതം കൊണ്ട് പോരാ എന്ന് 103 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. നമുക്കിപ്പോൾ അറിയാം ചന്ദ്രനിൽ പോയി താമസിക്കുന്നതിനെക്കുറിച്ച്, ചൊവ്വയിൽ പോയി താമസിക്കുന്നതിനെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരു എത്ര ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ അവിടെ പോകാൻ ശ്രമിക്കുമ്പോൾ, നമ്മളെ ഇത്ര നാൾ ഊട്ടി വളർത്തി ഈ ഭൂമിയുടെ നിലനിൽപ്പിന് നമ്മൾ ശ്രമിക്കുക. എല്ലാം ഒരു സന്തുലിതാവസ്ഥയും കഴിഞ്ഞ് കൈവിട്ട് പോകുന്ന അവസ്ഥയിൽ നാം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പരിഹാരം തേടുമ്പോൾ പലപ്പോഴും വൈകിപ്പോകുന്നു. അതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കരകയറാനാവാത്ത വരുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ഈ ദർശനത്തിൽ എങ്ങനെയാണ് എല്ലാത്തിനെയും ഒന്നായി കാണേണ്ടതിൻ്റെ ആവശ്യകത. ഒരു മരത്തെ വെട്ടുമ്പോൾ ഹൃദയം വേദനിക്കണം. എനിക്ക് തണൽ തന്ന മരമാണ്, എനിക്ക് ഓക്സിജൻ തന്ന മരമാണ് എന്ന് നിങ്ങളാരെങ്കിലും ചിന്തിക്കുമോ? നമ്മൾ ചിന്തിക്കും അതിനെത്ര രൂപ കിട്ടും, ഇങ്ങനല്ലേ ചിന്തിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കൃതിയുണ്ട്, സ്വാനുഭവഗീതി. എൻ്റെ ഗുരുനാഥൻ സച്ചിദാനന്ദ സ്വാമികൾ അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വാമിയോട് കൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഗായത്രി ആശ്രമത്തിൽ ഇപ്പോൾ മാസത്തിൽ 2 ക്ലാസ് സ്വാനുഭവഗീതിയെക്കുറിച്ച് എടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന മോഹൻജിയൊക്കെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ്. അതിൽ 1-ാമത്തെ പദ്യത്തിൽ ഞാനിനി പ്രകൃതി ചികിത്സയെക്കുറിച്ച് 2 കാര്യം കൂടെ പറയട്ടെ, എൻ്റെ കൊച്ചറിവിൽ ഗുരുവിൻ്റെ ദർശനവുമായി അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ആ സ്വാനുഭവ ഗീതിയിൽ ഗുരു 1-ാമത്തെ പദ്യത്തിൽ പറയും, മംഗളമെന്മേലരുളും തങ്ങളിലൊന്നിച്ചിടുന്ന സർവജ്ഞൻ സംഗമമൊന്നിലുമില്ലാതങ്കജരിഭുവിൽ തെളിഞ്ഞു കൺകാടും. ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് തങ്ങളിൽ ഒന്നിച്ചിടുന്ന, ഏതാണ്ട് 2-2.5 മണിക്കൂർ എടുത്തു ആ ഒരു പദ്യം പഠിപ്പിക്കാൻ. അപ്പം തങ്ങളിൽ ഒന്നിച്ചിടുന്ന അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നിനെയും ദേഷിക്കാൻ സാധിക്കത്തില്ല. മാനസിക ആരോഗ്യ നിലയും ഇന്ന് പ്രശ്നത്തിലായിരിക്കുന്നു. കൗൺസിലിംഗ് സെൻ്ററുകളിൽ ധാരാളം വന്നിരിക്കുന്നു. ക്ലാസ്സുകൾക്ക് ക്ലാസ്സുണ്ട്, കൗൺസിലിംഗ് സെൻ്ററുണ്ട്. ഇത് മുമ്പേ പറഞ്ഞ പോലെ ഭൗതിക നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും വികസിതമായ അലോപ്പതി ചികിത്സാ മാർഗങ്ങളും ടെസ്റ്റുകളും ഉണ്ടായിരിക്കെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ള ആ കാര്യത്തോട് ചേർന്ന് ഇവിടെയും മാനസിക ആരോഗ്യം, അവിടെ സർവമത സമ്മേളനം 1924 സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ സ്വാഗത പ്രാസംഗികനായ സത്യവ്രത സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനെ കാണിച്ച് അനുവാദം വാങ്ങിച്ച് ഗുരുവിൻ്റെ കൂടെ ഗുരുവിൻ്റെ കൂടെ തൃപ്തിയോടുകൂടി അവതരിപ്പിച്ച സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആ സെൻറ്റൻസ് ആണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പം വരുന്നത്. അതിങ്ങനെയാണ്: പ്രകൃതിയുടെ സൃഷ്ടിയുടെ അപാകത കൊണ്ടോ അല്ലെങ്കിൽ പരിപൂർണതയില്ലായ്മ കൊണ്ടോ
പ്രകൃതിയിൽ നിന്ന് അതിൻ്റെ നിയമങ്ങളിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിക്കുന്നത് കൊണ്ടോ മനുഷ്യനിൽ വന്നുകൂടുന്ന രോഗങ്ങൾ അത് സന്തതികളായിട്ട് പോവുകയാണ്. അതിന് രോഗങ്ങൾക്ക് വൈദ്യവും മാനസികാരോഗ്യത്തിന് വൈദികവും ഉപകാരപ്പെടുമെന്നൊരു വാക്ക് സ്വാഗത പ്രസംഗം നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ളവരില്ല എങ്കിൽ അതൊന്ന് വായിച്ച് നോക്കുക. അതേ എക്സാക്റ്റായിട്ടല്ല ഞാൻ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം ഇതാണ്: പ്രകൃതി നിയമങ്ങളിൽ നിന്ന് നാം വ്യതിചലിക്കുമ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ വന്നുകൂടുന്നു. ഇത് തന്നെയാണ് ഈ പ്രകൃതി ചികിത്സാ മാർഗത്തിൻ്റെ അടിസ്ഥാനപരമായി എന്ന് ഉള്ളതും എന്നുകൂടി ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വദർശനത്തിൽ തങ്ങളിൽ ഒന്നിച്ചിടുന്ന, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു ഒരു നിയമം പ്രകൃതിക്കുണ്ട്. ആ നിയമത്തിൻ്റെ എൻജിനീയർ ആരാണ്? ആ നിയമം ആരാ ഉണ്ടാക്കിയിരിക്കുന്നത്? മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നിയന്താവായ അശക്തി വിശേഷം. പിണ്ടനന്ദിയുടെ 1-ാമത്തെ പദ്യത്തിലും ഗുരു പറയുന്നുണ്ട്, എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി. ഒരു ഗർഭാവസ്ഥയിലുള്ള പിണ്ഡം പുരുഷൻ്റെ സ്ത്രീയുടെയും പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്നുണ്ടാകുന്ന സൈഗോട്ട്, അത് ഒരു നിയമം അനുസരിച്ച് ഓരോ കാലം ദിവസങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പക്വതയിലെത്തി പരിണാമം സംഭവിച്ച ഒരു കുഞ്ഞായി ഇത്ര ദിവസം കൊണ്ട് വരുന്നു. ആനകൾക്ക് ഇത്ര ദിവസം, കടുവയ്ക്ക് ഇത്ര ദിവസം, പക്ഷികൾക്കാണ് മുട്ട വിരിയുന്നത് ഇത്ര ദിവസം. എല്ലാത്തിനും ഒരു നിയമം. ഇതാരുണ്ടാക്കി? ഇതാരോ ഉണ്ടാക്കിയത്? അതാണ് തങ്ങളിൽ ഒന്നിച്ചിടുന്ന സർവജ്ഞൻ. എൻ്റെ ഗുരുനാഥൻ ഇത് പഠിപ്പിച്ചപ്പോൾ ഞങ്ങളോട് ചോദിക്കുക, എത്ര ഭംഗിയായിട്ട് ദൈവം ഇത് ചേരുമ്പടി ചേർത്ത് വെച്ചിരിക്കുന്ന. കണ്ണിന് മുകളിൽ പുരികം, കണ്ണുകൾക്കിടയിൽ മൂക്ക്, മൂക്കിന് താഴെ വായ്. ഈ വായ് ഇവിടെയായിരുന്നു ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിൽ എന്ത് കഷ്ടപ്പെട്ടേനെയും. സച്ചിദാനന്ദ സ്വാമികൾ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചോ കേട്ടോ, വായിൽ വെല്ലവും വയ്ക്കുമ്പോൾ കണ്ണി പോകത്തില്ലായിരുന്നു എന്ന്. വായിലേക്കേ നമ്മൾ ഭക്ഷണം എരിവുള്ളത് വല്ലതും വെക്കുമ്പോൾ ഈ കണ്ണി പോകത്തില്ല. എത്ര ചേരുമ്പടി ചേർത്താണ് 2 കാലുകളിൽ നടക്കാവുന്നത് പോലെ, ശരീരം ബാലൻസ് ചെയ്യാവുന്നത് പോലെ. ഈ ബാലൻസ് ചെയ്യാൻ ചെവിക്കുള്ളിൽ ഒരു ദ്രാവകമുണ്ട്. എത്ര സങ്കീർണമാണ്. ഇവിടെ ഡോക്ടർ പറയുണ്ടായി, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ അത് സൂക്ഷ്മമാണ് എന്ന് പറഞ്ഞു. ഈ ശരീരവും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ ബോധത്തിൽ കഴിയുന്ന നമുക്ക് പോലും നമുക്ക് തൊട്ടനുഭവിക്കുന്ന ഈ ശരീരത്തിൻ്റെ സങ്കീർണതകളെല്ലാം മനസ്സിലാവുന്നില്ല. അത്രയേറെ സൂക്ഷ്മമാണ് ആ എഞ്ചിനീയറുടെ സൃഷ്ടിവിശേഷം. ആ ദൈവം തന്നെ ഈ പ്രകൃതിയിൽ അവൻ ആവശ്യമുള്ളതെല്ലാം കരുതി വെച്ചു. നമ്മൾ ഹിമക്കരടിയെ നോക്കിക്കേ, ഹിമക്കരടി പോലെയാണോ സാധാരണ വനത്തിലെ കരടി? ആണോ? ഈ സീലെന്ന് പറയുന്ന ജീവി സ്വയം അതിന് വേണ്ടുന്ന മത്സ്യത്തെ എന്തൊക്കെയോ അത് സ്വയം നിർമ്മിക്കാറുണ്ട്. ചെറിയ പക്ഷികൾ അതിൻ്റെ കൂടുകൾ നിർമ്മിക്കുന്ന കാണണം. ഇനി ഒന്നും വേണ്ട, ഉറുമ്പിനെ നോക്കിക്കേ. ഉറുമ്പ് വർഷകാലത്തേക്ക് ആഹാരം കരുതി വെക്കുന്ന, ആരും പറയണ്ട. അപ്പം ഈ പ്രകൃതിയെ ചുറ്റുപാടും നോക്കുമ്പോൾ, ജീവികളിലേക്ക് നോക്കുമ്പോൾ കരുതുന്ന ശീലം, അവൻ ആവശ്യമെല്ലാം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് ദഹിക്കാവുന്നതുണ്ട്, ദഹിക്കാൻ മേലാത്തതുണ്ട്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, നല്ല മനുഷ്യരായി വിരളമായി കിട്ടുന്ന മനുഷ്യ ജീവിതത്തെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ശ്രദ്ധയോട് കൂടെ ജീവിക്കണമെങ്കിൽ 1-ാമത്തെ ഗുരു തന്നെ ഉദ്ബോധിപ്പിച്ചു, മത്സ്യമാംസാദികൾ വർജിക്കണം, ആഹാരശുദ്ധി, സത്വശുദ്ധി, സ്വാത്വികത വേണം. മാനസിക ആരോഗ്യത്തിന് ഗുരു പറഞ്ഞു തന്നു, നിങ്ങൾ ദ്വേഷിക്കരുത്, നിങ്ങൾ ആരെയും കുറ്റം പറയരുത്, നിങ്ങളുടെ ആത്മസഹോദരരാണവർ. പക്ഷേ നമ്മൾ എന്താ സമൂഹത്തിൽ കാണുന്നത്? ഇതിനൊക്കെ ഫലമുള്ളതല്ലേ? അത് നമ്മൾ തന്നെ ചുമന്ന് നമ്മുടെ തന്നെ മാനസിക ആരോഗ്യം കെടുത്തുന്നു. ഒരിക്കൽ ഗുരു ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ. മദ്യപന്മാർ
മത്സ്യം കഴിക്കുന്ന പോലെ ആവണം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഗുരുവൈഖരിയിലുണ്ട്, മദ്യപന്മാർ മത്സ്യം കഴിക്കുന്നു. എങ്ങനെയാണ് മത്സ്യം ആദ്യം കഴിക്കുന്നത്? ഞാൻ കഴിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കറിയായിരിക്കും. കഴിക്കുന്നവർക്ക് ആദ്യം മാംസഭാഗം എടുത്തങ്ങ് കഴിക്കും. കുറച്ച് കഴിഞ്ഞ് രുചി കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ എല്ലെടുത്ത്, അല്ലേ, എല്ലൊക്കെ ഇങ്ങനെ പിന്നെയും കടിക്കും. അത് കഴിയുമ്പം അതിൻ്റെ തല കടിക്കും. അപ്പം ഗുരു പറഞ്ഞു, ആദ്യം നമ്മുടെ കുടുംബത്തിലോ നമ്മളെ ആയിട്ട് ചുറ്റും നിൽക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുക. അതിനുശേഷം നമ്മളെ ദ്വേഷിക്കുന്നവരെയും സ്നേഹിക്കുക. നിർവൈര്യം സർവഭൂതേഷു. നിർവൈര്യത കൊണ്ട് മാത്രമേ എല്ലാം സാധിക്കുകയുള്ളൂ. ആ നിർവൈര്യതയ്ക്ക്, പരോപകാരത്തിന്, ത്യാഗത്തിന്, സഹോദര്യത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് എല്ലാവരും ആത്മസഹോദരരാണെന്ന തലത്തിൽ നാം എത്തണമെങ്കിൽ എല്ലാം ഒരേ ഒരു ഈശ്വര ചൈതന്യം എന്ന ഗുരുവിൻ്റെ തത്വദർശന സാരത്തെ സംശീകരിക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ തങ്ങളിൽ ഒന്നിച്ചിടുന്ന സർവജ്ഞൻ നമുക്ക് എന്താണ് നൽകുന്നത്? നമുക്ക് ചേർന്ന ആഹാരം പ്രകൃതിയിലുണ്ട്. ചക്കക്കാലമാകുമ്പോൾ ചക്ക തിന്നാം. പ്രകൃതി ചികിത്സയുടെ ഒരു നിയമം അതല്ലേ? സീസണൽ ഫ്രൂട്ട്സ് കഴിക്കണമെന്നല്ലേ ഡോക്ടറെ? അതെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? അറേബ്യയിലെ ഭക്ഷണമുണ്ട് റോഡിൻ്റെ സൈഡിൽ, നമ്മളത് കഴിക്കും. ഞാൻ വത്തിക്കാനിൽ പോയപ്പം എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ഹസ്ബൻഡ്, ഇവരൊക്കെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് മടത്തിയിൽ നിന്ന് പോയ കൂട്ടത്തിൽ പോയപ്പോൾ ഞങ്ങൾ 2-3 കമ്പിളി ഉടുപ്പുകൾ കൊണ്ടുപോയി. സത്യം പറയാലോ, ഞാൻ ഇപ്പം നിൽക്കുമ്പോൾ ഒരു കമ്പിളി ഉടുപ്പ് ഇട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട്, ഒരു കോട്ടൺ വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അവിടെ പോയപ്പോൾ തൊപ്പിയുണ്ട്, എന്നെ തന്നെ മനസ്സിലാവത്തില്ല. 3 ലെയറായിട്ടെങ്ങാണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ആ വസ്ത്രമാണ് യോജ്യം, അല്ല ജീവിക്കാൻ പറ്റില്ല. അന്റാർട്ടിക്കയിൽ പോകുമ്പോഴും അതുപോലെ ഇടണം. പക്ഷേ മരുഭൂമിയിൽ പോകുമ്പോഴോ പറ്റുമോ? അപ്പോൾ അതുപോലെയാണ് ആഹാരം. പ്രകൃതിക്ക് യോജിച്ച വിധത്തിൽ ശരീരത്തിൽ മാറ്റങ്ങളും ദഹന വ്യവസ്ഥയൊക്കെ അതിനനുസരിച്ച് മാറുന്നു. അതുപോലെ തന്നെയാണ് സ്പീഷീസ് ആയിരിക്കുന്നത്. പാല് ചേരാത്ത ആളുകൾ പാല് കുടിച്ചാൽ അത് വിഷമായി, അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കാതെ വഴിയോരത്ത് കാണുന്ന പരസ്യങ്ങളിൽ മനുഷ്യൻ്റെ ലോഭത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന വ്യവസായങ്ങളിൽപ്പെട്ട് നാം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സ്വത്വികമല്ലാത്ത ആഹാര രീതി കഴിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിന് ക്ഷയം വരുന്നു. നല്ല മനസ്സും നല്ല ചിന്തയും, നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് നല്ല ആഹാര രീതി വേണം, ആരോഗ്യം വേണം. ആ ആരോഗ്യം പ്രതിസന്ധിയിലാണെന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ ചില പ്രമുഖർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഈ അവസരത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ തിരുവാണികൾ, ഗുരു നമുക്ക് നൽകിയ നേർവഴി എത്ര പ്രസക്തമാണ്. ഓരോ ഉദ്ബോധനവും അത് ജീവിതത്തിൽ പകർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകത എത്ര, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, അനിവാര്യമാണ്. എത്ര അനിവാര്യമാണ് എന്ന് ഓരോ ഗുരുഭക്തരും മനസ്സിലാക്കണം. നമ്മൾ വരണം, പ്രാർത്ഥിക്കണം, സ്തോത്രം ചൊല്ലണം, പ്രദക്ഷിണം ചെയ്യണം, അങ്ങനെയൊക്കെ പോകും. അതിൻ്റെ കൂടെ ഗുരു കാട്ടിയ വഴികൾ, ഗുരു കാട്ടിത്തന്ന വഴികൾ, പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ ഇന്ന് മരുഭൂമികളാകുന്നു. ടൈലിട്ട, ചൂട് പിടിച്ച, അതാ ഞാൻ മരുഭൂമി എന്ന് ഉദ്ദേശിച്ചത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മടങ്ങണം. കുറേ പേര് കൃഷിയും ജൈവ കൃഷിയുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഡോക്ടർമാർ, ഇവരെ പോലെയുള്ളവർ ഒരുപാട് പേർക്ക് മാർഗദർശനം നൽകി പോകുന്നുണ്ട്. എന്നിരുന്നാലും പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതിയിലുള്ള ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കരുത്. അവരുടെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. നല്ല ജലം, അത് ജീവനുള്ള ജലമാകട്ടെ. നല്ല ഭക്ഷണം, നല്ല ജീവനുള്ള ഭക്ഷണമാകട്ടെ. നല്ല ഭക്ഷണം ജീവനുള്ളതാവണമെങ്കിൽ നല്ല ഓജസ്സും നല്ല ജീവനുമുള്ള മണ്ണുണ്ടാവണം. ആ നല്ല മണ്ണ്, നല്ല പ്രകൃതിയിൽ നിന്ന് സംശീകരിച്ചു വരുന്ന നല്ല ഭക്ഷണം, അതിന് പ്രകൃതിയുടെ നിലനിൽപ്പ്, അതായത്
മണ്ണിരകൾ അവരുടെ സംഭാവന ചെയ്യുന്നു, ഉറുമ്പുകൾ അതിൻ്റെ സംഭാവന ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രകൃതിയുടെ നിലനിൽപ്പ് സ്മൃതി ദിനങ്ങളിലെ പോസ്റ്ററുകളിലും പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ചില ചിന്തകളിലും മാത്രം ഒതുങ്ങരുത്. അത് നമ്മളുടെ സംസ്കാരമായി മാറണം. എപ്പോഴാണോ അത് സംസ്കാരമാകുന്നത്, അത് സാംശീകരിച്ച് അത് നമ്മളുടെ ജീവിത രീതിയായി മാറുമ്പോഴാണ് സംസ്കാരം രൂപപ്പെടുന്നത്. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായുമ്പോൾ മാത്രമേ വരും തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, വരാൻ പോകുന്നവർക്ക്, ജനിക്കാൻ പോകുന്നവർക്ക് ആരോഗ്യമുണ്ടാവുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ആരോഗ്യത്തിന് വേണ്ടി ഗുരുവിൻ്റെ മുന്നിൽ, ഈശ്വരന് മുന്നിൽ, നിങ്ങൾ ഏത് ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുന്നോ അവിടെ പോയി നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരാതിരിക്കുകയുള്ളൂ. നമുക്ക് ശ്വാസം മുട്ടാതിരിക്കാൻ നമ്മൾ ഈ ഒരു തരത്തിൽ ജീവിതത്തെ സംശീകരിക്കണം. ഗുരുദർശനം മനസ്സിലാക്കേണ്ടുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം നമുക്ക് ജീവിക്കാനാണ്, നമ്മെ അറിയാനാണ്, ലോകത്തെ അറിയാനാണ്, സഹോദരങ്ങളെ അറിയാനാണ്, നല്ലവണ്ണം സംസാരിക്കാനും നല്ലത് കേൾക്കാനും പറയാനും മൊത്തത്തിൽ എല്ലാത്തിനും ഉപയുക്തമായ ആ ഗുരുദർശനത്തെ സംശീകരിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ. തങ്ങളിൽ ഒന്നിച്ചിടുന്ന ആ സർവജ്ഞൻ, നമ്മളിലെല്ലാമുള്ള ഈശ്വര ചൈതന്യം ഒന്ന് തന്നെ, അവിടെ നമ്മൾ ഏകമായി ഒന്നായി മാറുന്നു. ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നിയന്താവായിരിക്കുന്ന ആ ശക്തിവിശേഷത്തിന് മുമ്പിൽ, ശ്രീനാരായണ ഗുരുദേവന് മുന്നിൽ എൻ്റെ വാക്കുകളെ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് സംസാരിക്കുവാൻ ഉള്ള അവസരം നൽകിയ ശിവഗിരി മഠത്തിൻ്റെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കും ഉള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.